നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തികുളം ദിനേശ്. തലയിൽ നല്ല ആൾ താമസമുള്ള നല്ല കലാകാരന്മാരോടൊപ്പം ഒരുപാട് കാലം സഹകരിച്ചതിനാൽ സിനിമയെപ്പറ്റി നല്ല പൊതുവിജ്ഞാനമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കൂടി അല്ലെങ്കിൽ ഒരു കലാകാരൻ കൂടി യാത്രയായി പി സ്റ്റാൻലി. ഇവിടെ പറയുമ്പോൾ അദ്ദേഹത്തിന് 81 വയസ്സുണ്ടായിരുന്നു. കൊല്ലത്തെ ആദ്യകാല കമ്മ്യൂണിസ്റ്റായ പോളികാർപ്പിൻ്റെയും മേരിയുടെയും മകനായി ജനനം. പഠിത്തത്തിനായിട്ടാണ് പി സ്റ്റാൻലി മദ്രാസിലെത്തിയത്. മദ്രാസ് ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ജേർണലിസവും സംവിധാനത്തിൽ പരിശീലനവും നേടി. എ വിൻസെൻറ്റിൻ്റെയും തോപ്പിൽ ഭാസിയുടെയും സഹസംവിധായകനായി. കഥാകൃത്ത്, നിർമ്മാതാവ്, വിതരണക്കാരൻ, അങ്ങനെ പല മേഖലകളിൽ, സിനിമയിൽ പല മേഖലകളിൽ അദ്ദേഹം സഹകരിച്ചു. 30 വർഷത്തോളം സിനിമാ രംഗത്തുണ്ടായിരുന്നു. ഏണിപ്പിടിയും അസുരവിത്തും തുലാഭാരവും നദിയും അശ്വമേധവും അടക്കം വിൻസെൻ്റ് മാഷ് അവസാന കാലത്ത് ചെയ്ത പൊന്നും പൂവും വരെ 25ഓളം സിനിമകളുടെ സഹസംവിധായകനായിരുന്നു. പിന്നെ സ്വന്തമായി വിതരണ കമ്പനി തുടങ്ങി. രാജൻ പറഞ്ഞ കഥയടക്കം, വയനാടൻ തമ്പാൻ, തോൽക്കാൻ എനിക്ക് മനസ്സിലെയൊക്കെ വിതരണം ചെയ്തത് പി സ്റ്റാൻലി ആയിരുന്നു. മോചനം, വരദക്ഷിണ, തീക്കളി, തൂവാനത്തുമ്പികൾ വരെ അദ്ദേഹം നിർമ്മിച്ചു. തൂവാനത്തുമ്പികളുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്ന് ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖം വരികയും അങ്ങനെ ആശുപത്രിയിൽ പെട്ടുപോയി. പടം മുടങ്ങും എന്ന ഘട്ടമെത്തിയപ്പോൾ പത്മരാജ് സാർ വിളിച്ചു പറഞ്ഞിട്ട് ഗാന്ധിപതി ബാലൻ തൂവാനത്തുമ്പികൾ ഏറ്റെടുത്തു. എന്നിട്ടും ഗാന്ധിപതി ബാലൻ നിർമ്മാതാവിൻ്റെ ടൈറ്റിൽ കാർഡിൽ പി സ്റ്റാൻലിയുടെ പേരാണ് വച്ചിരിക്കുന്നത്. ഗാന്ധിപതി ബാലൻ്റെ പേര് വച്ചിട്ടില്ല. സ്വന്തമായി കൊല്ലത്ത് സിത്താര പ്രിൻറ്റേഴ്സ് എന്ന പ്രസ് നടത്തി. വാനമ്പാടി എന്നൊരു മാസികയും കൊല്ലത്ത് നിന്ന് എനിക്ക് തോന്നുന്നു BBC നായരോടൊപ്പം ചേർത്ത് തുടങ്ങി കുറച്ചു കാലം പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ഓർമ്മകളുടെ വെള്ളിത്തിര, നിലാവും നക്ഷത്രങ്ങളും, ആയുസിൻ്റെ അടിക്കുറിപ്പുകൾ എന്നീ ഓർമ്മ പുസ്തകങ്ങൾ അടക്കം പല മേഖലയിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. 1990 മുതൽ പി സ്റ്റാൻലി തലസ്ഥാനവാസിയാണ്. അതിന് ഇടവച്ചത് അദ്ദേഹത്തിൻ്റെ ഹൃദയ ശസ്ത്രക്രിയയും. സ്ഥാനമാനങ്ങളോ പ്രശസ്തിയോ കാക്ഷിക്കാതെ ജീവിച്ചു പോയ ചുരുക്കം സിനിമാക്കാരിൽ ഒരാളായിരുന്നു പി സ്റ്റാൻലി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നേരാം. നമസ്കാരം. നമ്മൾ ബുധനാഴ്ച ഫേസ്ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഒരുത്തൻ എന്നെ കുറേ ആവശ്യമില്ലാതെ തെറി പറഞ്ഞതിന് മറുപടിയാണല്ലോ പറഞ്ഞത്. ആ ബുധനാഴ്ച പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ് വെള്ളിയാഴ്ചയായ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു നിർത്തിയത്, സത്യമാഷിനെ പോലെയോ മധുസാറിനെ പോലെയോ തനിക്ക് അഭിനയപ്രധാനമായ വേഷം വേണമെന്ന് നസീർ സാർ ശടിക്കാറില്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന് ആട്ടവും പാട്ടും അടിയും ഇടിയും സെൻറ്റിമെൻസും ഒക്കെ പാകത്തിന് എഴുതിയുണ്ടാക്കുന്ന സിനിമകളോടായിരുന്നു താല്പര്യം എന്നും ഞാൻ പറഞ്ഞതിനെയാണ് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന വിവരദോഷി വിമർശിച്ചത്. അപ്പോൾ ഞാനെന്തായാലും സത്യസന്ധമായാണ് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈ മഹാൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് എന്നെ വിമർശിക്കുന്നു. നസീർ സാറിൻ്റെ അഭിനയത്തിന് അദ്ദേഹം പാകപ്പെടുത്തിയ ഒരു ശൈലിയുണ്ട്. ഡബ്ബിങ്ങിൽ പോലും അങ്ങനെയായിരുന്നു. കണ്ണടയൊക്കെ വെച്ച് റെഡിയായി തിരക്കഥയിലെ ഡയലോഗ് മുഴുവൻ 1-2 ആവർത്തി വായിച്ചാൽ ഡബ്ബിങ്ങിന് നസീർ സാറ് റെഡിയാവും. സ്ക്രീനിൽ തൻ്റെ കഥാപാത്രം ചുണ്ടനക്കാൻ തുടങ്ങുന്നിടത്ത് നസീർ സാർ സ്ക്രീനിലൊന്ന് നോക്കും. പിന്നെ ഒരിക്കലും ആ ഷോട്ടിൽ അല്ലെങ്കിൽ ആ സീനിൽ നസീർ സാർ സ്ക്രീനിലേക്ക് നോക്കുകയില്ല. ബാക്കി എല്ലാവരും ഡബ് ചെയ്യുന്ന സ്ക്രീനിൽ നോക്കി ചുണ്ടനങ്ങുന്നത് വെച്ചാണല്ലോ. നസീർ സാർ ഡബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ണടയൊക്കെ വെച്ച്. സാറിൻ്റെ ചുണ്ടനങ്ങുന്നിടത്ത് മാത്രമേ സാറ് നോക്കൂ. പിന്നെ മുഴുവൻ അദ്ദേഹം എന്താ പറയുക, തിരക്കഥയിലെ വാചകങ്ങൾ പത്രം നോക്കി വായിക്കുന്നത് പോലെ ഒരൊറ്റ കാച്ചാണ് കാച്ചുന്നത്. നിങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. ആ അവസാനത്തെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതുവരെ പിന്നെ സ്ക്രീനിൽ സാറ് നോക്കുകയില്ല. പക്ഷേ കറക്റ്റായിരിക്കും സാർ ഡബ് ചെയ്തിരിക്കുന്നത്. സിങ്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു സാധനം കാണില്ല. ഏത് വാക്കിന് പ്രാധാന്യം കൊടുക്കണം, എവിടെ വാക്കുകൾ മുറിക്കണം, ഫുൾ സ്റ്റോപ്പും കോമയും എവിടെയൊക്കെ, എല്ലാം നസീർ സാറിന് ഒരു സ്റ്റൈലുണ്ട്.
ഡബ്ബ് ചെയ്യുമ്പോഴും അദ്ദേഹം അത് തന്നെ പാലിക്കും. ക്യാമറയുടെ മുന്നിൽ എങ്ങനെ പറഞ്ഞോ അങ്ങനെ തന്നെ ആയിരിക്കും അദ്ദേഹം ഡബ്ബ് ചെയ്യുമ്പോഴും. അതൊരു സ്റ്റൈലാണ് നസീർ സാറിൻ്റെ. ഒരു പേജ് ഡയലോഗ് ഉണ്ടെങ്കിലും ലിപ്പടിക്കുകയില്ല, ചുണ്ടടിക്കുകയില്ല. അതുകൊണ്ട് എഡിറ്റർക്ക് നല്ല എളുപ്പമാണ്, വലിച്ചിട്ട് നീട്ടിയൊക്കെ കഷ്ടപ്പെടേണ്ടതില്ല. 100% കൃത്യമായിരിക്കും. ആര് വിചാരിച്ചാലും നസീർ സാറിൻ്റെ ശൈലി മാറ്റിമറിക്കാനാവില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥനായ ബാബു പറയുന്നതായാലും, തെമ്മാടി വേലപ്പൻ പറയുന്നതായാലും, ശ്രീരാമൻ പറയുന്നതായാലും, ശ്രീകൃഷ്ണനായാലും, CID നസീർ ആയാലും അദ്ദേഹത്തിൻ്റെ ശൈലി മാറുകയില്ല. ഒരു അദ്ദേഹത്തിൻ്റേതായ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റൈലുണ്ട്. അങ്ങനെ അദ്ദേഹം പറയും. അതുകൊണ്ടാണ് മിമിക്രിക്കാർക്ക് ഭയങ്കര എളുപ്പം നസീർ സാറിനെ പറയാൻ. പ്രേം നസീർ എന്ന മഹാമേരുവിനെ സ്നേഹിച്ച മലയാളി അതൊന്നും ഒരു പടം കാണുമ്പോഴും ചിന്തിച്ചതുമില്ല. നസീറിൻ്റെ പടം എന്നല്ലാതെ അതാര് സംവിധാനം ചെയ്തു, ആര് നിർമ്മിച്ചു, ആരെഴുതി എന്നൊന്നും ഒരു പ്രേക്ഷകനും അന്വേഷിച്ചിട്ടേയില്ല. കബീർ പൊന്നമ്മാമയ്ക്ക് മാത്രമാണ് നസീർ സാറിന് കൊടുത്ത കൺസെഷൻ മലയാളി സിനിമാ പ്രേക്ഷകർ നൽകിയത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കബീർ പൊന്നമ്മയ്ക്കും പ്രേം നസീറിനുമാണ് ആ കൺസെഷൻ മലയാളികൾ കൊടുത്തത്. ഇത് പ്രേം നസീറിൻ്റെ വിജയവും പരിമിതിയുമായിരുന്നു. അത് പറഞ്ഞാൽ പ്രേം നസീറിനെ കളിയാക്കി എന്നാവും ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നവന്മാർ പറയുന്നത്. വിൻസെൻ്റ് മാഷിൻ്റെ മുറപ്പെണ്ണ്, ഭാസ്കരൻ മാഷിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവ്, വിൻസെൻ്റ് മാഷിൻ്റെ തന്നെ അസുരവിത്ത്, തുലാഭാരം, നിഴലാട്ടം, സേതുമാധവൻ്റെ പണിതീരാത്ത വീട്, വിൻസെൻറ്റിൻ്റെ അച്ചാണി, ഭരതൻ്റെ പാർവതി ഒഴിവുകാലം, മോഹൻ്റെ വിട പറയും മുമ്പേ, ബാലചന്ദ്രമേനോൻ്റെ കാര്യനിസ്സാരം, ജിജോയുടെ പടയോട്ടം, ഹരിഹരൻ്റെ വെള്ളം തുടങ്ങിയവയിലൊക്കെ വ്യത്യസ്തമായ ശൈലി കാഴ്ചവെക്കാൻ നസീറിനായ സിനിമകളായിരുന്നു. അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി, മുറപ്പണ്ണിലെ ബാലൻ, അടിമകളിലെ പൊട്ടൻ രാഘവൻ, പണിതീരാത്ത വീട്ടിലെ ജോസ്, പുനർജന്മത്തിലെ അരവിന്ദൻ, അച്ചാണിയിലെ വാസു, നായാട്ടിലെ അബ്ദുള്ള, പാർവതിയിലെ ഉർമീസ് മുതലാളി, വെള്ളത്തിലെ കൃഷ്ണനുണ്ണി, വിട പറയും മുംബൈയിലെ മാധവൻകുട്ടി, പടയോട്ടത്തിലെ ഉദയനൻ തിരുമേനിയും, ആറയ്ക്കാട്ട് അമ്പാടി തമ്പാൻ തുടങ്ങി ബാലചന്ദ്രമേനോൻ്റെ കാര്യനിസ്സാരത്തിലെ ഉണ്ണിത്താനടക്കം പ്രേക്ഷകൻ്റെ മനസ്സിൽ ഇടം നേടിയ കുറേ കഥാപാത്രങ്ങൾ നസീർ സാർ ചെയ്തിട്ടുണ്ട്. പ്രേം നസീറിൻ്റെ 200ാമത്തെ ചിത്രം പുനർജന്മം. ഈ ചിത്രത്തിൻ്റെ വിജയ ആഘോഷത്തിൽ പങ്കെടുത്ത മഹാകവി ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കമൻ്റായിരുന്നു. പ്രേം നസീർ ഇനി അഭിനയിച്ചില്ലെങ്കിൽ എന്താ, ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധനുണ്ടല്ലോ എന്നെന്നും സ്മരിക്കാനും അഭിമാനിക്കാനുമായി എന്നാണ് മഹാകവി പറഞ്ഞത്. ഇതിൽ കൂടുതൽ നടൻ എന്ത് കിട്ടണം അല്ലേ? ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞ ഈ അഭിപ്രായ അല്ലെങ്കിൽ അഭിനന്ദന വാചകം നസീർ സാർ അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങായ വൈശാലിയുടെ 110ാം ദിവസ ആഘോഷവേളയിൽ കൊച്ചിയിൽ മുഖ്യ അതിഥിയായി വന്നപ്പോൾ പ്രസംഗത്തിനിടയിൽ നസീർ സാർ ഇത് പറഞ്ഞു. ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച MTക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. കാരണം തൊട്ടടുത്ത് MT ഇരിക്കുകയാണല്ലോ വേദിയിൽ. എൻ്റെ ഗുരുനാഥനായ JC സാറായിരുന്നു വൈശാലിയുടെ പ്രോഗ്രാമിൻ്റെ അവതാരകൻ. നസീർ സാർ എന്ന മുഖ്യ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം JC സാർ അഭിനയിച്ചതും അദ്ദേഹത്തെ സംവിധാനം ചെയ്തതുമൊക്കെ പറഞ്ഞിരുന്നു. നസീർ സാറിൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടിരുന്നപ്പോൾ ഈ മനുഷ്യൻ ഇവിടുന്നുള്ള യാത്ര മരണത്തിലേക്കാണെന്ന് ആരും അവിടെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ഉന്മേഷവാനായിരുന്നു. എങ്ങനെ സംഭവിച്ചു എന്നാണ് എനിക്കിപ്പോഴും അതിശയം. MT എഴുതി ഹരികുമാർ സംവിധാനം ചെയ്ത സുഹൃതത്തിൽ അഭിനയിക്കാൻ ഒറ്റപ്പാലത്ത് വന്ന കബീർ പൊന്നമ്മാമ നല്ല സന്തോഷത്തിലായിരുന്നു. വാസുവേട്ടൻ്റെ ഒരു കഥാപാത്രമല്ലേ ചെയ്യാൻ പോകുന്നത്. ഒരു സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ പൊന്നമ്മാമ അസ്വസ്ഥയാകാൻ തുടങ്ങി. ഇതിനായി എന്നെ വിളിക്കണ്ടായിരുന്നു ചക്കരയെന്ന് എന്നോട് പതിഞ്ഞ ശബ്ദത്തിന്മേൽ പൊന്നമ്മാമ പറഞ്ഞു. എന്തു പറ്റി ചേച്ചി എന്നായി ഞാൻ. നെഗറ്റീവ് വേഷമല്ലേ, എന്നിൽ നിന്നും കാണികൾ പ്രതീക്ഷിക്കാത്ത വേഷം എനിക്കും ഇഷ്ടമാകുന്നില്ല എന്നാണ് പൊന്നമ്മ ചേച്ചി പറഞ്ഞത്. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന രവിശങ്കറിൻ്റെ ചെറിയമ്മയുടെ വേഷമാണ് പൊന്നമ്മയ്ക്ക്. ഒടുവിലാണ് പൊന്നമ്മയുടെ ഭർത്താവ്. ക്യാൻസറിൻ്റെ പിടിയിലായിരുന്നല്ലോ രവിശങ്കർ. ഡോക്ടർ ഉണ്ണി എന്ന നരേന്ദ്രപ്രസാദിൻ്റെ ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റിലൂടെ രോഗത്തിൽ നിന്നും മോചിതനായി രവിശങ്കർ കുറച്ച് നാളത്തേക്ക് തറവാട്ടിലേക്ക് വരുന്നതാണ് സീൻ. രവിശങ്കർ ചത്തുപോകും എന്നാണ് തറവാട്ടിലുള്ള ചെറിയമ്മയായ കബീർ പൊന്നമ്മാമയും ഭർത്താവായ ഒടുവിലുമൊക്കെ കരുതിയിരുന്നത്.
ആ വസ്തുക്കൾ കൂടി എൻ്റെ മക്കൾക്ക് വന്നു ചേരുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ചെറിയമ്മയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിയ സീനാണ് എടുക്കുന്നത്. ഷോ, ചേച്ചി നന്നായി വിഷമിച്ചു ആ സീനിലെ സംഭാഷണങ്ങൾ പറയാൻ. ചേച്ചിയെ കൊണ്ട് കഴിയുന്നില്ല അത് പറയാൻ. കാരണം ചേച്ചി എല്ലാം പോസിറ്റീവ് വേഷങ്ങളല്ലേ ചെയ്യുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് മോഹൻലാലിൻ്റെ നല്ല അമ്മയായി സ്ക്രീനിൽ വന്നാൽ മതിയെന്നായിരുന്നു. ഇത് തന്നെയായിരുന്നു പ്രേം നസീറിനും പറ്റിയത്. നല്ലവനായ നായകനായാൽ മതി. നായിക വഞ്ചിച്ചാലും നായകൻ വഞ്ചിക്കാത്ത, അടിയെങ്കിലടി ഇടിയെങ്കിലിടി, ഒരിടത്തും തോൽക്കാത്ത നല്ലവനായ തെമ്മാടിയായിട്ട് നസീർ സാറിനെ കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടായിരുന്നുള്ളൂ. അതിന് വിപരീതമായ ചെറു ചലനങ്ങളെപ്പോലും പ്രേക്ഷകർ വെറുത്തു അല്ലെങ്കിൽ എതിർത്തു. സത്യനെയും പ്രേം നസീറിനെയും 11 സിനിമകളിൽ ഒന്നിച്ച് അവതരിപ്പിച്ച സംവിധായകനാണല്ലോ KS സേതുമാധവൻ സാർ. സേതു സാർ സംവിധായകനായ ജ്ഞാനസുന്ദരിയിൽ നസീർ സാറായിരുന്നു നായകൻ. സത്യമാഷിനെ മുഖ്യവേഷത്തിൽ അവതരിപ്പിക്കുന്ന സിനിമയ്ക്കായി സേതുമാധവൻ മാറിയപ്പോഴും അതിലേക്ക് ചെറിയ വേഷം ചെയ്യാൻ വിളിച്ചാലും നസീർ സാറ് ഒരു മടിയുമില്ലാതെ സഹകരിക്കുമായിരുന്നു. 1972 മനഃശാസ്ത്രജ്ഞനായ A.T. കൂവൂരിൻ്റെ മാതൃഭൂമിയിൽ വന്ന ഒരു കഥയെ അധികരിച്ച് പുനർജന്മം എന്ന ചിത്രം സേതു സാർ എടുത്തു. MD M.O. ജോസഫായിരുന്നു എന്താ പറയുക ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ്, മഞ്ഞിലാസ്. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം അല്പം സാമ്പത്തികമായി ഞെരുക്കത്തിലായിരുന്നു. ആ പരിമിതി മനസ്സിലാക്കി ചെലവ് കുറച്ചെടുത്ത സിനിമയാണ് പുനർജന്മം. 12,000 അടി വേണം അക്കാലത്ത് സിനിമയിൽ. ഒരു സിനിമയ്ക്ക് 12,000 അടി ഉണ്ടാവും. 12 റീല്, 1000 അടി വെച്ച് 12 റീല്. 13,000 അടി നെഗറ്റീവ് മാത്രം ചെലവിട്ടെടുത്ത സിനിമയായിരുന്നു പുനർജന്മം. സൂപ്പർ ഹിറ്റായി മാറി ആ ചിത്രം. 1973 സേതുമാധവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം അനുജൻ KSR മൂർത്തി നിർമ്മിക്കും. മുട്ടത്ത് വർക്കിയുടെ നോവലാണ് ഇതിവൃത്തം. അഴകുള്ള സെലീന എന്ന പേരിൽ അദ്ദേഹം എഴുതിയ നോവലാണ് സിനിമയാക്കാൻ പോകുന്നത്. നെഗറ്റീവ് ടച്ചുള്ള കുഞ്ഞച്ചനാകണം നസീർ സാർ. പക്ഷേ നസീർ സാർ റെഡി, നെഗറ്റീവെങ്കിൽ നെഗറ്റീവ് ചെയ്യാമെന്നായി. പക്ഷേ നല്ല സിനിമയായിട്ടു പ്രേക്ഷകർ അംഗീകരിച്ചില്ല. പ്രേം നസീറിനെ വില്ലനായി കാണാൻ തയ്യാറായിരുന്നില്ല അക്കാലത്തെ പ്രേക്ഷകർ. പ്രേം നസീർ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു നായികയെ ബലാത്സംഗം ചെയ്യുന്നതൊന്നും കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമില്ലായിരുന്നു. അതൊക്കെ ഗോവിന്ദൻകുട്ടിയോ ജോസ് പ്രകാശോ ചെയ്യട്ടെ എന്ന ഉറച്ച ചിന്തയാണ് അക്കാലത്തെ പ്രേക്ഷകർക്കുണ്ടായിരുന്നത്. പടം ദയനീയമായി വീണുപോയി. ഇമേജിൻ്റെ ഭാരം വന്നാലുണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത്. ഈ അനുഭവത്തിൽ നിന്നും പ്രേം നസീറിനായി ഉണ്ടാക്കുന്ന വേഷങ്ങൾ സദ്ഗുണ സമ്പന്നനായിരിക്കണമെന്ന് സിനിമാക്കാർ ഉറപ്പിച്ചു. സത്യമാഷിനോ മധുസാറിനോ ഈ ഭാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പലതരം വേഷങ്ങളിലേക്ക് മാറി മാറി അഭിനയിച്ച് വിജയിച്ചു. ഇത് പറഞ്ഞാൽ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിരങ്ങിയിട്ടിറങ്ങി വരുന്നവൻ പറയും, നസീറിനെ പോലെ റൊമാൻറ്റിക്കായി മധുവിനോ സത്യനോ അഭിനയിക്കാൻ പറ്റുമോ എന്ന്. എന്താണ് ഇതിന് ഉത്തരം പറയാൻ? ചക്ക എന്ന് പറഞ്ഞാൽ ചുക്ക് എന്ന് പറയുന്നവനോട് നമ്മൾ എന്ത് തർക്കിക്കാനെന്നേ. ഇപ്പോൾ ഇതാ ഇവിടെ വരെയിലെ പൈലി എത്ര ക്രൂരനായ വില്ലനായിരുന്നു ഇല്ലേ മധു സാർ ചെയ്ത്. അത് നസീർ സാറിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഓ അത് ശരി, നസീർ മരം ചുറ്റി പ്രേമിക്കും പോലെ മധുവിന് പറ്റുമോ എന്ന് ചോദിക്കുന്നത് തൂറി തോപ്പിക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ കാണുന്നുള്ളൂ. ഇവർക്ക് റൊമാൻറ്റിക്കായി അഭിനയിക്കാൻ കഴിയില്ല എന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം എന്ന് നമ്മളെ ഉപദേശിച്ച് കളയും പോരെ. ഇദ്ദേഹം ഈ ഫേസ്ബുക്കിൽ എഴുതിയവൻ ഒരു പുസ്തകം എഴുത്തുകാരനാണ് എന്നത് ഈ കുറിപ്പിൽ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ എഴുതിയ മൈ ഹോം ആൻഡ് മൈ ലാൻഡ് എന്ന പുസ്തകത്തിൽ പ്രേം നസീർ ഇന്ത്യാസ് മോസ്റ്റ് സക്സസ്ഫുൾ ആക്ടർ ഹാസ് 400 ഹിറ്റ്സ് ആൻഡ് 50 ബ്ലോക്ക് ബൂസ്റ്റേഴ്സ് എന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയെ അടിസ്ഥാനമാക്കി എഴുതിയിട്ടുണ്ടെന്ന് കൂടി കക്ഷി പറയുന്നു. അതായത് നസീർ സാറ് 400 വിജയ ചിത്രങ്ങളുടെ നായകനും 50ഓളം വമ്പൻ ഹിറ്റുകളായ ചിത്രങ്ങളുടെയും നായകനാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. നസീർ സാറിൻ്റെ കെയർ ഓഫിൽ പുസ്തകം എഴുത്തുകാരൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് സ്വയം മാർക്കറ്റിംഗ് ഉള്ളവരെ വിജയിക്കൂ. അപ്പോൾ താങ്കളുടെ കണക്കിൽ ഞാൻ ചോദിക്കുകയാണ്, ബാക്കി 250 നസീർ സാറിൻ്റെ സിനിമകൾ ഫ്ലോപ്പ് ആയിരുന്നോ? ഇപ്പം അദ്ദേഹം പറയുന്ന അനുസരിച്ച് 450 450 പോയാൽ ബാക്കി അയാൾ പറഞ്ഞ 700 750 ചിത്രമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. എവിടുന്ന് കിട്ടിയ കണക്കെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേണ്ട, ആവശ്യമില്ലാത്തടത്ത് തപ്പി നസീർ സാറിനെ മോശക്കാരനാക്കാൻ ഞാനില്ല. നസീർ സാറ് സക്സസ്ഫുൾ ആക്ടറായിരുന്നു എന്നതിന്
ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞാലേ മലയാളിക്ക് അറിയാനാവൂ എന്നുണ്ടോ എന്നാണ് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിക്കാരനോട് എനിക്ക് ചോദിക്കാനുള്ളത്. 1952 മുതൽ 1989 വരെ 37 വർഷം സിനിമയിൽ വിജയപരാജയങ്ങൾ ശ്രദ്ധിക്കുകയും പ്രതിവിധി കണ്ടെത്തുകയും സിനിമയ്ക്കായി മാത്രം ജീവിക്കുകയും ചെയ്ത നല്ല മനുഷ്യനല്ലേ അദ്ദേഹം. അക്കാര്യം ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞ് അറിയുക എന്നാൽ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിക്കാരൻ്റെ റേഞ്ച് ഈ പ്രോഗ്രാം കാണുന്നവർക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കക്ഷി പറയുന്നത് കരുത്തുറ്റ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടനായിരുന്നു സത്യനെന്ന് ഞാൻ പറയുന്നു അത്രേ. കക്ഷിക്കത് ന്യായീകരിക്കാനാവുന്നില്ല. കാരണം ശകുന്തള, പഞ്ചവൻകാട്, ചട്ടമ്പിക്കവല, ലൈല മഞ്ജുനു തുടങ്ങിയ പല പടങ്ങളിലും കരുത്തുറ്റ കഥാപാത്രങ്ങൾ അല്ലത്രേ സത്യമാഷി ചെയ്തത്. ഇവനെയൊക്കെ എന്ത് പറയാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മധു ആണെങ്കിൽ ആദ്യകാലങ്ങളിൽ അധികവും നെഗറ്റീവ് റോളുകളാണ് ഉള്ള ചിത്രങ്ങൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. മധു സാർ തന്നെ അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടത്രേ. നസീർ തിരസ്കരിച്ച റോളുകളായിരുന്നത്രേ നായകനായിട്ട് മധു സാറിന് കിട്ടിയിരുന്നത്. എത്ര വങ്കത്തനമാണ് പറയുന്നതെന്ന് ആലോചിച്ചോക്കെ. നസീർ സാറേ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ചാൽ അങ്ങനെ സാറ് ചവർ പോലെ കളയുന്ന സാധനങ്ങൾ എടുത്താണെന്ന് മധു സാർ നായകനായത്. ഇവനെയൊക്കെ എന്തു പറയാൻ പറ്റും നിങ്ങൾ ആലോചിച്ചു. എൻ്റെ ക്ഷമ കെടുകയാണ് സത്യത്തിൽ ഈ 2 എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എനിക്ക് പറയാനുള്ളത്, എടാ പൊട്ട, സ്വന്തമായി സംവിധാനം ചെയ്ത സിനിമയിൽ അടൂർ ഭാസിയെ നായകനാക്കി പരീക്ഷിച്ചിട്ട് വില്ലൻ വേഷം ചെയ്ത ചങ്കൂറ്റമുള്ള മനുഷ്യനായിരുന്നു മധുസാർ എന്ന ഒരു പൊതുവിവരമെങ്കിലും പുസ്തകം എഴുതാനും വല്ലവരെയും തെറി പറയാനുമായി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പേ ഒന്ന് പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്വന്തമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായക വേഷം അടൂർ ഭാസിയെ കൊണ്ട് ചെയ്യിച്ചിട്ട് അന്ന് പലരും ചോദിച്ചു അയ്യോ ഭാസിയെ കൊണ്ടുവന്നു അത് വിജയിപ്പിച്ച് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അടൂർ ഭാസിക്ക് നായക വേഷം കൊടുത്തിട്ട് വില്ലൻ വേഷം ചെയ്ത് സംവിധാനം ചെയ്ത ആളാണ് മധു സാർ. അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. മധുവിന് നസീർ സാർ എറിഞ്ഞു കൊടുക്കുന്ന ഈ വേസ്റ്റുകളൊക്കെയാണെന്ന് അദ്ദേഹത്തിന് കിട്ടിയത്. അടുത്ത ഈ മഹാൻ പറയുന്നത്, നാനയുടെ ലേഖകൻ മധു വൈപ്പന പറയുന്നത് മാത്രമേ വാസ്തവമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് ശാന്തിയുള്ള ദിനേശ് എന്നാണ്. മധു വൈപ്പനെ പോലെ നട്ടൽ നിവർത്തി മദ്രാസിൽ പത്രപ്രവർത്തനം നടത്തിയ, പിന്നെ നാനയുടെ പത്രാധിപരായ, സിനിമാ പത്രപ്രവർത്തനം അടുത്തപ്പോൾ സിനിമാക്കാരൻ്റെ ജാട കാണാൻ വയ്യാഞ്ഞിട്ട് നാട് വിട്ട് കൽക്കട്ടയിൽ പോയി നക്സലൈറ്റുകളുടെ താവളത്തിലും ബംഗാളി സിനിമാ രംഗത്തും പത്രപ്രവർത്തനം നടത്തിയ മനുഷ്യനാണ് മധു വൈപ്പന എന്നൊന്നും ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്ന പൊട്ടൻ അറിയില്ല. അതാണ് പ്രശ്നം. മധു വൈപ്പനെ പോലുള്ള ചങ്കൂറ്റുള്ള പത്രപ്രവർത്തകൻ പിന്നെ ഞാൻ വളരെ ചുരുക്കേ കണ്ടിട്ടുള്ളൂ മലയാള സിനിമയിൽ. അത് ഇയാൾക്ക് അറിയില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് മധു വൈപ്പനയിൽ ചാരുന്നത്. ഒരു സിനിമാക്കാരൻ മദ്യം കഴിക്കാത്ത, ഓസ് ചായ വാങ്ങി കുടിക്കാത്ത, വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ ഈ പറയുന്നതൊക്കെ ആണ്ടുമാസം തീയതി അടക്കം ഉള്ളപ്പോൾ അത് വിശ്വസിക്കണോ? നിന്നെയൊക്കെ പോലെ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്ന പൊട്ടത്തരവും ഫാൻസ് അസോസിയേഷൻ വായി നോക്കിയുള്ള പോലെ പറയുന്ന വങ്കത്തരവും വിശ്വസിക്കാനാണ് ആളുകൾ ശ്രമിക്കേണ്ടതെന്ന് നീയൊക്കെ തന്നെ ആലോചിച്ചു, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്നവർ ആലോചിക്കുക. ഞാനങ്ങനെ പറയുള്ളൂ. ഞാനെയും സിനിമാ മാസികയും പ്രേം നസീറിനെ സ്ഥിരമായി ആക്ഷേപിച്ച് ലേഖനങ്ങൾ എഴുതിയിരുന്നു എന്നാണ് ഈ മഹാൻ കണ്ടുപിടിച്ച അടുത്ത കണ്ടുപിടുത്തം. 100% പൊട്ടക്കള്ളമാണ് ഇയാൾ പറയുന്നത്. കുരുടൻ ആനയെ കണ്ടതുപോലെ എന്തൊക്കെയോ എഴുതി വയ്ക്കുന്നു. സിനിമാ മാസിക ശങ്കരൻ നായരെ പ്രേം നസീർ ഒരു അടി കൊടുത്തിട്ടുണ്ട് പൊതു സദസ്സിൽ വെച്ച്. ആ കാരണമാണത്രേ പ്രേം നസീറിനെതിരെ എഴുതാൻ സിനിമാ മാസിക തയ്യാറായത്. സിനിമാ മാസിക കോട്ടയത്ത് നിന്നും ശങ്കരൻ നായർ ഇറക്കിയിരുന്നതാണല്ലോ. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു വാരിക ഇറക്കിയിരുന്നു, ചിത്രരമ. അത് ടാബ്ലോയിഡ് സൈസിലായിരുന്നു. അപ്പോൾ ഈ 2 പ്രസിദ്ധീകരണങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എടുത്ത് നോക്കൂ. ഒരൊറ്റ ലക്കത്തിൽ പോലും ചിത്രരമയിലായാലും ശരി, സിനിമാ മാസികയിലായാലും ശരി, ഒരക്ഷരം കൊണ്ട് നസീർ സാറിനെ കളിയാക്കുകയോ വേദനിപ്പിക്കുകയോ ശങ്കരൻ നായർ ചെയ്തിട്ടില്ല. നാന തിരുവനന്തപുരത്ത് നിന്നാണ് അക്കാലത്ത് ഇറങ്ങിയിരുന്നതെന്നോ അവർക്കന്ന് കുങ്കുമം, കേരള ശബ്ദം എന്നീ വാരികകൾ കൂടി ഉണ്ടായിരുന്നുവെന്നോ, കൃഷ്ണസ്വാമി റെഡ്ഡിയാരാണ് അതിൻ്റെ മുതലാളിയെന്നോ, കുമാരിയമ്മ എന്ന് സിനിമാക്കാർ സ്നേഹത്തോടെ വിളിച്ചിരുന്ന വിമല രാജാകൃഷ്ണൻ എന്ന ചങ്കൂറ്റമുള്ള ഒരു മകൾ റെഡ്ഡിയാർക്ക് ഉണ്ടായിരുന്നുവെന്നോ, KVS ഇളയതിന് ശേഷം കുമാരിയമ്മ പത്രാധിപർ ആയി എന്നോ, മരിക്കും വരെ നസീർ സാർ നാനയുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നെന്നോ അറിയാത്ത ഒരുത്തനാണ് ഈ മണ്ടത്തരം മുഴുവൻ ഫേസ്ബുക്കിൽ എഴുതി വയ്ക്കുന്നത്. സിനിമാ മാസികയിലോ ചിത്രരമയിലോ ഒരു വരി നസീർ സാറിനെതിരെ എഴുതിയിരുന്നില്ല. അവരുടെ സിനിമാ അവാർഡ് ദാനത്തിൽ എല്ലാ വർഷവും നസീർ സാർ മുഖ്യ അതിഥിയായി
വന്നിട്ടുണ്ട്. പക്ഷേ ഒരു തവണ ഈ ചടങ്ങിന് വരുമ്പോൾ ശങ്കരൻ നായർ വെള്ളമടിച്ചിട്ട് സ്ഥലകാല ബോധം പോയ ആ മനുഷ്യൻ നസീർ സാറിനെ പ്രസംഗത്തിൽ കളിയാക്കി. അത് സഹികെട്ടാണ് നസീർ സാർ ഒരൊറ്റ അടി വെച്ചു കൊടുത്തത്. പിറ്റേന്ന് തന്നെ ശങ്കരൻ നായർ ചെന്ന് നസീർ സാറിനോട് മാപ്പ് പറയുകയും ആ പ്രശ്നം അല്ലെങ്കിൽ ആ പിണക്കം അവിടെ തീരുകയും ചെയ്തു. ഇതൊന്നും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൻ അറിഞ്ഞൂടാ, ഫേസ്ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൻ അറിഞ്ഞൂടാ. കെട്ടുവിട്ടപ്പോൾ അയാൾ സോറി പറഞ്ഞതോടുകൂടി ആ പ്രശ്നം തീർന്നു. ആ സിനിമാ മാസികയാണ് പ്രേം നസീറിനെ കുറിച്ച് മോശമായി എഴുതിയിരുന്നു എന്ന് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിക്കാരൻ മഹാൻ വച്ച് കാച്ചുന്നത്. ഇത് വായിക്കുന്നവർ വിശ്വസിക്കുന്നു. അതാണ് പ്രശ്നം. ഇവ ആധികാരികമായി പറയുകയാണ്. സിനിമാ മാസികയും നാനയും രണ്ടും ഒരു മുതലാളിയുടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പൊട്ടത്തരങ്ങളുടെ സംസ്ഥാന സമ്മേളനമാണ് ഈ പ്രേം നസീർ സുഹൃത്ത് സമിതി എന്നൊക്കെ പറയുന്നവർ. ഇവനെയൊക്കെ പോലുള്ള വിവരദോഷികൾ വച്ച് കാച്ചുന്ന ഫേസ്ബുക്കുകളൊക്കെ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നിങ്ങൾക്കാണ് മോശം. നിങ്ങൾക്കല്ല, പ്രേം നസീറിനാണ് മോശം. നസീർ സാറിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ ഈ സംഘടന കൊണ്ട് കിടക്കണേ. അതിൽ ഈ വിവരദോഷികൾ ഇങ്ങനെയൊക്കെ എഴുതി വിട്ടാൽ നസീർ സാറിനെ ചെളിവാരി എറിയുന്നത് പോലെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നസീർ സാറിൻ്റെ ചിത്രങ്ങൾ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ അക്കാലത്ത് കൊടുക്കുമത്രേ, പബ്ലിസിറ്റി പരമാവധി കുറയ്ക്കുമത്രേ. ആ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ കൊടുക്കുമെങ്കിലും അകത്തെ പേജിലെ നസീർ സാറിൻ്റെ പടം കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു മുഖചിത്രവും നസീർ സാറിൻ്റെ അടിക്കില്ലായിരുന്നു അക്കാലത്ത് സിനിമാ മാസികയും നാനി എന്നൊക്കെയാണ് ഈ മഹാൻ പറയുന്നത്. എന്നിട്ട് പബ്ലിസിറ്റി പരമാവധി PR വാർത്തകൾ കൊടുത്താലും നസീർ സാറിൻ്റെ പടങ്ങളുടെ വാർത്ത കുറച്ച് കളയുമെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ നസീർ സാറിൻ്റെ കാലത്തെ അല്ലെങ്കിൽ പ്രതാപകാലത്തെ ഒരു ലക്കം നാന പോലും കണ്ടിരിക്കാൻ ഇടയില്ല. അതിനാലാണ് ഈ പൊട്ടത്തരങ്ങൾ പറയുന്നത്, മണ്ടത്തരങ്ങളും എഴുന്നള്ളിക്കുന്നത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ കവർ അടിക്കുന്നത് പോലെ അന്ന് നസീർ സാറിൻ്റെ ചിത്രം കവറാക്കുന്നത്. കാരണം മോഹൻലാലിൻ്റെ ചിത്രം ഇപ്പം കവറടിച്ചാൽ മാത്രമേ വല്ലതെങ്കിലും വിറ്റ് പോവുള്ളൂ. അതുപോലെയാണ് അക്കാലത്ത് നസീർ സാറിൻ്റെ മുഖചിത്രം ഉണ്ടെങ്കിൽ മാത്രമേ ചൂടൊപ്പം പോലെ സിനിമാ വാരികകൾ വിറ്റ് പോവുമായിരുന്നുള്ളൂ. അല്ലാതെ അകത്തെ പേജിലൊന്നും അല്ല നസീർ സാറിൻ്റെ അടിച്ചിട്ടുള്ളത്. അല്പം മെനക്കെട്ടാൽ ഒരു 50 നാനയുടെ നസീർ സാറിൻ്റെ മുഖചിത്രമുള്ള ഒരു 50 നാനയുടെ കവർ കാണിക്കാൻ എൻ്റെ കയ്യിലുണ്ട്. അത്രയും വീക്കിലി എൻ്റെ കയ്യിൽ കാണും, ഉറപ്പായിട്ട് കാണും. നസീർ സാറിൻ്റെയും ഭാര്യയുടെയും കളർ ചിത്രം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് നാനയിലായിരുന്നു. അതെങ്കിലും ഇയാൾക്ക് അറിവ് വേണ്ടി. മരിച്ചുപോയ വലിയൊരു മനുഷ്യനെ പറ്റി നട്ടാക്കുരുക്കാത്ത കള്ളത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയാമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാതൃഭൂമിയിൽ സിനിക്കും കോഴിക്കോടനും നിരൂപണത്തിലൂടെ നസീർ സാറിന് നല്ല പിന്തുണ നൽകി എന്നാണ് ഇയാൾ പറയുന്നത്. നിരൂപണത്തിലൂടെ എന്ത് പിന്തുണ നൽകാൻ കഴിയുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു സിനിമയെക്കുറിച്ച് വിലയിരുത്തുന്ന നിരൂപണത്തിൽ നസീർ സാറിന് പിന്തുണ നൽകണം എങ്ങനെ? ഈ സിനിമയിൽ നസീർ ഇല്ലെങ്കിലും മനോഹരമായി നസീർ അഭിനയിച്ചു എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ തെമ്മാടി വേലപ്പൻ എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ഈ തെമ്മാടി വേലപ്പനിലെ അഭിനയത്തിന് പ്രേം നസീറിന് ഭാരത് അവാർഡ് കൊടുക്കണം എന്നെഴുതാൻ പറ്റുമോ? ഈ പൊട്ടൻ എന്തൊക്കെയായി എഴുതി വെക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചു. പിന്നെ ശ്രദ്ധിക്കപ്പെടാനാണത്രേ ഞാൻ നസീർ സാറിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തോ ലക്ഷ്യം എനിക്കുണ്ട് എന്ന് അവൻ കണ്ടുപിടിച്ച് കളഞ്ഞു. അതാണ് എൻ്റെ രഹസ്യം, എൻ്റെ മനസ്സിലിരിക്കുന്ന രഹസ്യം കണ്ടുപിടിച്ച് കളഞ്ഞു. അതാണ് പ്രശ്നം. എടാ പൊട്ട, നസീർ സാറിന് ഈ നേരം വരെ ഇവിടുത്തെ കുറേ കൂതറ യൂട്യൂബുകളുണ്ടല്ലോ, എന്തെല്ലാം അനാവശ്യങ്ങൾ എഴുതി വിട്ടാലും ശരി, നസീർ സാറ് മദ്യപിച്ച് അങ്ങനെയാണ് ചത്തുപോയതെന്ന് വരെ എഴുതിയ കൂതറ തിരുവനന്തപുരത്തൊരു യൂട്യൂബറുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എൻ്റെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ പ്രേം നസീർ എന്ന് പോലും ഞാൻ പറയില്ല, ഞാൻ നസീർ സാർ എന്നല്ലേ പറയും. ഞാൻ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നസീർ സാറിനെ കളിയാക്കിക്കൊണ്ട് എന്തെങ്കിലും കള്ളം എഴുതിയിട്ടുണ്ടെങ്കിൽ, കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കുക. അതിന് പകരം ദിനേശ് ഇങ്ങനെ സ്ഥിരമായി നസീർ സാറിനെ പറ്റി തെറി എഴുതിയാൽ ശ്രദ്ധിക്കപ്പെടാം എന്ന് വിചാരിച്ചെഴുതുന്നു, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ടെന്നാണ് അവൻ പറയുന്നത്. ചിരിച്ചുകൊണ്ട് പിന്നിൽ നിന്നും കുത്തുന്നവനാണത്രേ ഞാൻ. നല്ല ആൾക്കാരെ താറടിച്ച് കാണിച്ച് ശ്രദ്ധ നേടുന്ന ആളുമാണ് ഞാനെന്ന് പറയും. എന്ത് പറയാൻ? ഒരു 700 എപ്പിസോഡോളം നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ കണ്ടതല്ലേ. ഞാൻ എവിടെയെങ്കിലും ആരെയെങ്കിലും പിന്നിൽ നിന്ന് കുത്തുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെയെങ്കിലും ആവശ്യമില്ലാതെ താറടിച്ച് കാണിക്കുന്നത് ആരെങ്കിലും ഒരാളെ പറ. ഇവനോടൊക്കെ ഉത്തരം പറഞ്ഞ് ഇവനെയൊക്കെ വലുതാക്കാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ പേര് വിറ്റ് 10 പേരുടെ ശ്രദ്ധ കിട്ടാൻ ഫേസ്ബുക്കിൽ വിവരക്കേട് എഴുതുന്ന ഈ മഹാൻ്റെ വിചാരം എല്ലാവരും യവനെപ്പോലെ യവൻ്റെ ജന്മം കൊടുത്തവനെയും പോലെയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എന്തോ ലക്ഷ്യമുണ്ടത്രേ എനിക്ക് ഉണ്ട്. സത്യമാഷിൻ്റെ 2 ആൺമക്കളും
എനിക്ക് നിറയെ കാശ് തരും നസീർ സാറിനെ കുറിച്ച് മോശമായിട്ട് എഴുതിയാൽ. മധു സാറിൻ്റെ മോളും എനിക്ക് കാശ് തരും അവരുടെ അച്ഛന്മാരെ പൊക്കി പറയാനായിട്ട്. ഷാനവാസോ അയാളുടെ 3 സഹോദരിമാരോ ഈ നേരം വരെ എനിക്ക് 10 പൈസ തന്നിട്ടില്ല. അതിനാൽ കിട്ടുന്നിടത്തൊക്കെ നസീർ സാറിനെ ഞാൻ പുച്ഛിച്ചാണ് സംസാരിക്കാറ്. പോരെ, ഞാൻ തന്നെ പറയാണ് പോരെ. സത്യമാഷും നസീർ സാറും മധു സാറും തമ്മിലുണ്ടായിരുന്ന ഹാർമണിയെപ്പറ്റി ഈ ഫേസ്ബുക്ക് വൈസ് ചാൻസലർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ജീവിതത്തിൽ എല്ലാം മതിയായി എന്നെ വിളിച്ചിട്ട് എൻ്റെ മോനെ ഈ ലോകത്ത് ജീവിക്കാൻ വിടാമായിരുന്നു എന്ന് പറഞ്ഞ പത്മശ്രീ തെക്കുറിച്ചി സുകുമാരൻ നായർ ജീവിച്ച നാടാണ്ടോ പൊട്ടാ കേരളം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നസീർ സാറിനെ ഒരു സിനിമാക്കാരനും തള്ളി പറഞ്ഞിട്ടില്ല. തെക്കുറിച്ചി മാമൻ പോലും അദ്ദേഹം നായകനായി നിൽക്കുമ്പോഴാണ് ജീവിത നഗു പോലുള്ള മെഗാ സൂപ്പർ ഹിറ്റായ ദക്ഷിണേന്ത്യ മുഴുവൻ ഓടിയ സിനിമയിലെ നായകനായി നിൽക്കുമ്പോഴാണ് അടുത്ത പടത്തിൽ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് അച്ഛൻ എന്ന് പറഞ്ഞ ഉദയായുടെ സിനിമയിൽ തെക്കുറിച്ചി മാമ അഭിനയിക്കുന്നത്. നസീർ സാർ മരിച്ചപ്പോൾ തെക്കുറിച്ചി മാമ പറഞ്ഞ ഡയലോഗാണ് ഞാനിത് പറഞ്ഞത്. ജീവിതത്തിലെല്ലാം എനിക്ക് മതിയായി, എന്നെ അങ്ങ് വിളിച്ചിട്ട് എൻ്റെ മോനെ ഈ ലോകത്ത് ജീവിക്കാൻ വിടാമായിരുന്നു എന്ന് നസീർ സാറിനെ പറ്റി പറഞ്ഞ ആളാണ് തെക്കുറിച്ചി മാമൻ. ആരാണ് നസീർ സാറിനെ ഒതുക്കാൻ നടന്നതെന്ന് ഈ മഹാൻ പറയണ്ടേ. പിന്നെ ശ്രദ്ധ കിട്ടാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മെനഞ്ഞാന്നാണ്ടോ നാഷണൽ അവാർഡ് കിട്ടിയ സുഹൃതം അടക്കം 10-38 സിനിമകളിൽ ഞാൻ സംവിധാന സഹായിയായിരുന്നു, സഹസംവിധായകനായിരുന്നു, അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു, PR ആയിരുന്നു. കുറച്ച് സീരിയലുകൾ സ്വന്തമായി സംവിധാനം ചെയ്തു. ഒരു ഓടാത്ത പടവും സംവിധാനം ചെയ്തു. എന്നാലും ശാന്തിയുള്ള ദിനേശിനെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. നിന്നെ പോലെ അല്ല. നീ ഇനി 1000 ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടാലും നിന്നെ ആരും മനസ്സിലാക്കില്ല. പക്ഷേ ഈ ലൈറ്റ്സ് ക്യാമറ ആക്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ വരുന്നതിന് മുമ്പും കുഞ്ഞമ്മയും കൂട്ടുകാരുടെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ, അമ്പലക്കര യു പി സ്കൂളിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ, ഇത് രണ്ടും അസോസിയേറ്റ് ചെയ്ത ആൾ, വലയം എന്ന് പറഞ്ഞൊരു വലിയ സീരിയൽ 300 എപ്പിസോഡ് സംവിധാനം ചെയ്ത ആളെന്നുള്ള നിലയ്ക്കൊക്കെ എന്നെ കുറച്ച് പേർക്കെങ്കിലും, കേരളം മുഴുവൻ അറിയാമെന്നല്ല പറഞ്ഞാൽ, കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരുന്നു. 700ഓളം സ്റ്റോറികൾ യൂട്യൂബിൽ ചെയ്തു. അതിൽ 10 എണ്ണം പോലും നസീർ സാറിൻ്റേതായിട്ടില്ല. അപ്പോൾ പിന്നെ നസീർ സാറിനെ വിറ്റാണോ ഞാൻ ജീവിക്കുന്നത്? 2,17,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ. നിന്റെ വീട്ടുകാർക്കല്ലാതെ ആർക്കും അറിയില്ല എന്നതിന് ഞാൻ എന്ത് പഴിച്ചു എന്നാണ് ഈ പൊട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത്. മേലില്ലെങ്കിലും അനാവശ്യങ്ങൾ എഴുതി ആളാവാതിരിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. പ്രേം നസീർ എന്ന മനുഷ്യൻ മാതൃകയാക്കാവുന്ന നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. സിനിമയെ ജീവശ്വാസം പോലെ കൊണ്ടു നടന്ന ആളായിരുന്നു. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഉള്ളവരും വിജയിക്കണം, ധനികരാകണം എന്നാഗ്രഹിച്ച മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. എന്നെ വെച്ചൊരു സിനിമ എന്നല്ല, സിനിമ എടുത്തതിൻ്റെ പേരിൽ വീണുപോയവനെ കൈപിടിച്ചുയർത്തുന്ന മനസ്സിനുടമയായിരുന്നു നസീർ സാർ. സിനിമയുടെ ക്വാളിറ്റിക്കൊപ്പുറം അതെടുക്കുന്ന മനുഷ്യൻ്റെ നിസ്സഹായത മനസ്സിലാക്കി സഹായിച്ച മനുഷ്യനായിരുന്നു നസീർ സാർ. ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു സിനിമയിൽ രാത്രിയുള്ള 3ാമത്തെ ഷിഫ്റ്റ് എന്തോ ആയിരുന്നു, രാത്രിയുള്ള ഷിഫ്റ്റിൽ അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ സീനെല്ലാം തീർന്നു. ആ സെറ്റിലുള്ള സീനെല്ലാം തീർന്നു. മേക്കപ്പ് അഴിച്ചു. സംവിധായകൻ പറഞ്ഞ ശേഷമേ അദ്ദേഹം മേക്കപ്പ് അഴിക്കൂ. വീട്ടിലേക്ക് പോയി. ആ സെറ്റ് അന്ന് രാത്രി പൊളിക്കുകയാണ്. നാളെ മുതൽ പുതിയ തെലുങ്ക് പടത്തിന് അവിടെ സെറ്റ് ഇടും. നസീർ സാർ പോയ ശേഷമാണ് അറിയുന്നത് 3 ഷോട്ടുകൾ ബാലൻസ് കൊണ്ട് എടുത്തിട്ടില്ല. സമയം പാതിരയാണ്. മുരുകാലയ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രശസ്തമായ മഹാബലി അടക്കം വെള്ളായണി പരമൊക്കെ എടുത്ത ഒരുപാട് സിനിമകൾ എടുത്ത E.K. ത്യാഗരാജൻ എന്ന് പറഞ്ഞൊരു നിർമ്മാതാവ് ഉണ്ടായിരുന്നല്ലോ മുരുകാലയുടെ. അദ്ദേഹമാണ് നിർമ്മാതാവ്. കാറുകളൊക്കെ പല സ്ഥലത്തേക്കും പലരെയും കൊണ്ടുവിടാനായിട്ട് പോയിരിക്കുകയാണ്. മുരുകാലയിൽ സെറ്റിൽ ഒരൊറ്റ കാറ് പോലും ഇല്ല. ആഹാരം കഴിച്ച് നസീർ സാർ കിടക്കും മുമ്പ് ചെന്ന് കാല് പിടിച്ച് നോക്കാം. അപ്പോൾ അവിടെ ഒരു വാച്ചറുടെ TVS 50 അതുപോലുള്ള ഏതൊരു ചടക്ക് വണ്ടി ഇരിക്കുകയായിരുന്നു. അതെടുത്ത് എന്താ പറയുക, ത്യാഗരാജൻ പറന്നു നസീർ സാറിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിയിൽ അവിടെ ചെന്നിട്ട് നസീർ സാറിനെ കാല് പിടിച്ചെങ്കിൽ ഈ 3 ഷോട്ടിൽ നിന്ന് എടുത്തില്ലെങ്കിൽ സാറ് സെറ്റ് പൊളിക്കും. സെറ്റ് പൊളിച്ചാൽ നമ്മൾ പിന്നെ ഈ സെറ്റ് ഉണ്ടെങ്കിൽ ലക്ഷങ്ങളാവും. അപ്പോൾ സാർ വന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ സാർ വരും. അപ്പോൾ സാറ് വരുമ്പോൾ സാറിൻ്റെ കൂടെ സാറിൻ്റെ കാറിലിങ്ങ് വന്നിട്ട് തിരിച്ച് സാറിനെ കൊണ്ടാക്കാൻ പോയിട്ട് ചടക്ക് വണ്ടി എടുത്തോണ്ടിരാന്ന് പറഞ്ഞാണ് ത്യാഗരാജൻ ഇത് ഓടിച്ച് സാറിൻ്റെ വീട്ടിൽ ചെന്നത്. സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് വണ്ടി ചാരി വെച്ചിട്ട് ആരും എടുത്തോണ്ടൊന്നും പോകില്ല. അങ്ങനത്തെ ഒരു തല്ലുപള്ളി സാധനം വെച്ചിട്ട് വരാമല്ലോ എന്ന് കരുതി വീട്ടിലെത്തി. കാവൽക്കാരനോട് സാറിനെ കാണണം അത്യാവശ്യം എന്ന് പറഞ്ഞു. അയാൾ ഗേറ്റ് തുറക്കാതെ അകത്തേക്ക് പോയി വിവരം പറഞ്ഞു. നസീർ സാർ തന്നെ ഇറങ്ങി വന്നപ്പോൾ
ഗേറ്റിൽ ഏതോ ഒരു അണ്ണാച്ചി രൂപം നിൽക്കുകയാണ്. അർദ്ധരാത്രിയല്ലേ. സാർ ഇറങ്ങി ഗേറ്റിനടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് മനസ്സിലായത് മുരുകാലയ ത്യാഗരാജനാണ്. കുറച്ച് സമയം മുൻപ് വരെ തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന നിർമ്മാതാവ്. എന്താ സേ എന്ന് ചോദിച്ചു. ത്യാഗരാജൻ തൻ്റെ വന്നതിൻ്റെ കഥ മുഴുവൻ വിശദീകരിച്ചു. നസീർ സാർ എല്ലാം കേട്ടു. സെറ്റ് പൊളിച്ചാൽ ഇടാൻ പിന്നെ 1000 വേണം. പിന്നെ തൻ്റെ വിലപ്പെട്ട സമയവും ഒപ്പിക്കണം. ഒരു നിമിഷം നസീർ സാർ ആലോചിച്ചു. നിൽക്കാൻ പറഞ്ഞിട്ട് നസീർ സാർ വീടിനകത്തേക്ക് പോയി ഡ്രസ്സ് മാറി വേഗം പുറത്തേക്ക് വന്നു. ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ സാറ് നോക്കുമ്പോൾ ആ റോഡിൽ കാറുകളൊന്നും കാണാനില്ല. ഒരു ചക്ര വണ്ടി, സ്റ്റാൻഡൊന്നും ഇല്ലാത്തൊരു വണ്ടി ചാരി വെച്ചിരിക്കുന്നു മതിലിൽ. എങ്ങനെയാ അസേ വന്നത് എന്ന് നസീർ സാർ ചോദിച്ചു. ത്യാഗരാജൻ ആ ചടക്ക വണ്ടി ചൂണ്ടിക്കാണിച്ചു. ഡ്രൈവറും മേക്കപ്പ് ഒക്കെ വീടുകളിൽ പോയി. പിന്നെ എങ്ങനെയാ എന്നാ ഈ നസീർ സാർ? ത്യാഗരാജന് ഉത്തരമില്ല. കാരണം സമയം പാതിരാത്രിയാണേ. പറഞ്ഞാൽ നിങ്ങൾ എത്ര വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. സാറ് നടന്ന് ചടക്ക് വണ്ടിക്ക് അടുത്തേക്ക് നടന്നു. ത്യാഗരാജൻ വണ്ടി നൂർത്ത് അടിച്ചടിച്ച് സ്റ്റാർട്ടാക്കി. നസീർ സാർ വന്ന് നിന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വണ്ടി പിണങ്ങി, സ്റ്റാർട്ടാവുന്നില്ല. ത്യാഗരാജൻ നിർമ്മാതാവാണ്. എങ്ങനെയൊക്കെ ചവിട്ടി അടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി. മലയാള സിനിമയിലെ നിത്യഹരിത നായകനെ ആ ചടക്ക് വണ്ടിയുടെ പുറകിലിരുത്തി 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള മുരുകാലയ സ്റ്റുഡിയോയുടെ സെറ്റിലേക്ക് ത്യാഗരാജൻ ഓടിച്ചു. ഈ വണ്ടി അവിടെ എത്തിച്ചിട്ട് വേണം ഈ വണ്ടിയിൽ വാച്ചർക്ക് വീട്ടിൽ പോകാൻ. ഏത് സിനിമാക്കാരൻ ഇങ്ങനെ ഒരു എന്താ പറയുക സന്ദർഭത്തിൽ ഇതുപോലെ ചെയ്യും? തനിക്ക് രാത്രി കഴിക്കാനുള്ള ചപ്പാത്തി വരാൻ 5-6 മിനിറ്റ് വൈകിയതിനാൽ മലയാളത്തിലെ തലയെടുപ്പുള്ള സംവിധായകൻ്റെ ഷൂട്ട് നിർത്തിവെച്ച താരത്തെ എനിക്കറിയാം. ഞാൻ ആ സെറ്റിൽ യാദൃച്ഛ്യമായി ആ സന്ദർഭത്തിൽ ചെന്ന് കയറി. രാത്രി വീട്ടിൽ പോകുന്ന വഴിക്ക് കയറിയതാണ്. കയറണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. ചപ്പാത്തി വന്ന ഉടനെ സംവിധായകൻ ആ ആഹാരം കൊടുക്കുന്ന സെക്ഷനെ മുഴുവൻ സെറ്റിൽ നിന്നും പിരിച്ചു വിട്ട ശേഷം മാത്രമേ ഈ താരം ചപ്പാത്തി തിന്നുള്ളൂ. പിരിച്ചുവിട്ട ആഹാരം വിളമ്പുന്നവരിൽ സീനിയറായ ആൾ എന്നോട് വികാരവിവശനായി പറഞ്ഞത്, ദിനേശ് സാറേ, ഈ എന്ന് പറഞ്ഞിട്ട് ഒരു നാടൻ ഭാഷയിൽ തലമുടിക്ക് തമിഴന്മാർ പറയുന്ന ഒരു ചീത്ത വിളിച്ചിട്ട് പറയാണ്, എൻ്റെ കയ്യിൽ നിന്നും എത്ര ദിനേശ് ബീഡി വാങ്ങി വലിച്ചിട്ടുണ്ട് എന്ന് ദിനേശ് സാറിന് അറിയാമോ? തുടക്കകാലത്ത് അവന് വായി കുത്തിക്കയറ്റാൻ നിർമ്മാതാവിൻ്റെ കാശിൽ ഞാൻ എന്തെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? അയാൾക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് ചപ്പാത്തി താമസിച്ചതിനാണ്. അവനിപ്പം വലിയ താരമായപ്പോൾ ചപ്പാത്തി കയറ്റാൻ 5 മിനിറ്റ് വൈകിയതിന് ഞങ്ങളെ പിരിച്ചു വിട്ടു സാറേ. അനുഭവിക്കും സാറേ, വെള്ളമിറങ്ങി അവൻ ചാവില്ല, ഞാനാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കണ്ണ് തുടച്ചുകൊണ്ട് പോകുന്ന ഒരു ആഹാരം വിളമ്പുന്ന ആളിനെ എനിക്കറിയാം. വളരെ സീനിയറായ ഒരാളാണ്, നല്ല സൗഹൃദമുള്ള ഒരാളാണ്. അവിടെയാണ് കെ ത്യാഗരാജൻ്റെ ചടക്ക് MIT-യിൽ കയറി. MIT ആണ് TVS 50 ആണ്. അതിൽ കയറി മുരുകാലയ സ്റ്റുഡിയോയിലേക്ക് നസീർ സാർ പോയത് അഭിനയിക്കാൻ. വിഷയം മാറിപ്പോയി. എൻ്റെ പൈസ തരാതെ അഭിനയിക്കില്ല, അവസാനത്തെ 2 റീലുകൾ ഡബ് ചെയ്യില്ല എന്ന് ഒരിക്കലും നസീർ സാർ പറഞ്ഞതായി ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആരുടെ പടമിറങ്ങിയാലും മദ്രാസിലിരുന്നു കൊണ്ട് തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് 4 ഇടത്ത് വിളിച്ച് എങ്ങനെയുണ്ട് എന്ന് തിരക്കുന്ന ഏക മനുഷ്യനായിരുന്നു നസീർ സാർ. നസീർ സാറിൻ്റെ പടമല്ലോ ചോദിക്കുന്നത്, ഏത് പടം ഇറങ്ങിയാലും ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. കൊടുക്കുന്ന വിഗ്, ഷർട്ടുകൾ, ഭക്ഷണം ഒന്നും ഒരു സെറ്റിലും നസീർ സാർ വലിച്ചെറിഞ്ഞിട്ടേയില്ല. എല്ലാം ഉൾക്കൊള്ളാനാകുന്ന മനസ്സായിരുന്നു നസീർ സാറിൻ്റെ. തൻ്റെ നിരവധി സിനിമകളിൽ സൈഡ് റോളുകൾ ചെയ്തിരുന്ന ജയൻ്റെ സിനിമയിൽ സൈഡ് റോളായിട്ടും, നായാട്ട് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്കറിയില്ലേ, ഒരു വൈമനസ്യവുമില്ലാതെ അഭിനയിച്ച ആളായിരുന്നു നസീർ സാർ. കൂടെ അഭിനയിക്കുന്നവർ വർക്കൊന്നുമില്ല എന്നറിഞ്ഞാൽ, ഒരുപാട് പേരുണ്ടല്ലോ മദ്രാസിൽ, അതിലാരെങ്കിലും സാറിനെ കാണുമ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ്, വെറുതെ വീട്ടിൽ ഇരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നസീർ സാർ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്യാരക്ടർ റോളുകൾ ചെയ്യാനായിട്ട് ഇതിൽ ഓരോരുത്തരെ മാറി മാറി ഓരോ ചിത്രത്തിൽ വയ്ക്കാൻ പറയും. ഈ ചിത്രത്തിൽ വെച്ചാൽ അടുത്ത പടത്തിൽ വയ്ക്കാൻ പറയില്ല, അവിടെ വേറെ ആളെ വയ്ക്കാൻ പറയും. അപ്പോൾ എല്ലാവർക്കും ജീവിക്കാമല്ലോ. അങ്ങനെ ചെയ്തിരുന്ന മനുഷ്യ സ്നേഹിയായിരുന്നു നസീർ സാർ. പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനാവും. ഒരു വലിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ പൂജാമുറിയിൽ താൻ അഭിനയിച്ച ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വെച്ച് അദ്ദേഹം പൂജിക്കുന്നത് കാണാനുള്ള ഭാഗ്യം കൈവന്ന മനുഷ്യനെയാണ് മുസ്ലിമായി ചാപ്പകുത്താൻ ഇപ്പോൾ ചിലർ ഇറങ്ങിയിരിക്കുന്നത്. പേര്
അബ്ദുൽ ഖാദർ എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം പച്ചയായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയൊക്കെ സമുദായ ചിഹ്നങ്ങളിൽ കയറ്റാനാകും ഇപ്പോൾ. പക്ഷേ പ്രേം നസീർ എന്ന മനുഷ്യ സ്നേഹിയെ കയറ്റാൻ നോക്കിയാൽ കയറ്റില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് ജനകീയനായ മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. ഗൂഗിളിൽ തപ്പുന്നവർ 720 ചിലപ്പം 1000 എന്ന് വേണമെങ്കിലും അതിനെ മാറ്റിയിടാൻ പറ്റും. നസീർ സാർ 1000 പടങ്ങളിൽ അഭിനയിച്ചെന്ന് വേണമെങ്കിലും ഗൂഗിളിൽ ചേർക്കാൻ പറ്റും. നിങ്ങൾ ഗൂഗിളിൽ തപ്പി നോക്കൂ എന്നെപ്പറ്റി. എനിക്ക് വയസ്സ് 52 ആയുള്ളൂ എന്നാണ് എഴുതിക്കുന്നത്. ഞാൻ തന്നെ പൊട്ടിച്ചിരിച്ചു അത് കണ്ടിട്ട്. ഞാൻ തിരുത്താനൊന്നും പോയില്ല. 52 വയസ്സേ എനിക്കായിട്ടുള്ളൂ ഗൂഗിളിൽ. എന്ന് മാത്രമല്ല, ഞാൻ MBBS പഠിച്ച ആളെന്നാണ് ഗൂഗിളിൽ കിടക്കുന്നത്. ഡോക്ടർ ദിനേശ് എന്നാണ് കിടക്കുന്നത്. ഞാനതൊന്നും തിരുത്താൻ പോയില്ല. ഏത് വിവരദോഷിയിട്ടോ അത് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലുള്ള പൊട്ടനെ പോലുള്ള ഏത് പൊട്ടൻ കയറി തപ്പിയാലും എനിക്ക് പുല്ലേ മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ MBBS കാരനെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. നാളെ ഈ ഗൂഗിളിൽ തപ്പാൻ നിങ്ങൾ ആരെങ്കിലും തപ്പി നോക്കിയാൽ എന്നെ നിങ്ങൾ ഇനി ഡോക്ടർ ശാന്തിയുള്ള എന്നായിരിക്കും വിളിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പൊട്ടൻ കണക്ക് കൂട്ടുന്നതാണ് അതിനേക്കാളും ഏറ്റവും വലിയ രസം. 1960 മുതൽ 1980 വരെ അദ്ദേഹം 28 ചിത്രം ആവറേജ് വെച്ച് ചെയ്തിരിക്കും എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 560 ചിത്രം അങ്ങനെ തന്നെ ആയില്ലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. 1952 മുതൽ 1960 വരെയും 1980 മുതൽ 1989 വരെ എന്തായാലും നസീർ സാർ ഒരു 160-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച് കാണും അത്രേ എന്നാണ് ഇവൻ പറയുന്നത്. ഇങ്ങനെയാണോ സിനിമയിലെ കണക്ക് കൂട്ടണേ? എനിക്കറിയില്ല. ഇവൻ പറയുന്ന 1989 1990 കടത്തനാട് അമ്പാടി വന്നത്. അതുപോലെ അവനെ അറിയില്ല. അതാണ് പ്രശ്നം. അങ്ങനെ 560 ചിത്രം 1960 മുതൽ 1980 വരെയും മറ്റേ നേരത്തെ പറഞ്ഞ 2 സമയങ്ങളിലും കൂടി 160 ചിത്രങ്ങളും ആയാൽ 720 ചിത്രങ്ങളിൽ നസീർ സാർ അഭിനയിച്ചു എന്ന് അങ്ങോട്ട് മുദ്ര കുത്താം എന്നാണ് ഇയാൾ പറയുന്നത്. തലയ്ക്ക് ഇത്തിരിയെങ്കിലും വെളിവുള്ളവർ ആരെങ്കിലും ഇങ്ങനെ ഒരാളുടെ സിനിമകളുടെ എണ്ണം കൂട്ടുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 1960-ൽ 2 സിനിമകളാണ് നസീർ സാറിൻ്റേതായി പുറത്തു വന്നത്. 1961-ലും 2 സിനിമകളായിരുന്നു നസീർ സാറിൻ്റേതായി വന്നത്, ജ്ഞാനസുന്ദരിയും കൃഷ്ണകുചേലിയും. 1962-ൽ 4 സിനിമകൾ പുറത്തു വന്നു. 1963-ൽ 7 സിനിമകൾ, 1964-ൽ 10 സിനിമകൾ. എന്നാൽ 1965-ൽ 19 സിനിമകൾ പുറത്തു വന്നു. വീണ്ടും 1966 ആയപ്പോൾ 12 ചിത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവയെല്ലാം ഈ പൊട്ടം പറഞ്ഞ കണക്ക് 28 ചിത്രങ്ങൾ വീതം എന്ന് കണക്ക് കൂട്ടിയാൽ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതിൻ്റെ ഗുണമുണ്ടായിരിക്കും അങ്ങനെയൊക്കെ കൂട്ടുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. പ്രേം നസീർ ഒരിക്കലും ദൈവമായിരുന്നില്ല, ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. എല്ലാ വികാരങ്ങളും ആവശ്യത്തിനുള്ള മനുഷ്യൻ. പക്ഷേ താന്തോന്നിത്തരങ്ങൾ അദ്ദേഹം കാണിച്ചിരുന്നില്ല. ദയവായി നസീർ സാറിനെ വിഗ്രഹമാക്കാൻ നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മളെ ആളാണ് എന്ന് ആക്കാനും നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനൊക്കെ മേളിലാണ് നസീർ സാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 2 എപ്പിസോഡ് കണ്ടിട്ട് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ആ പൊട്ടന് ഇനി എന്തെങ്കിലും എന്നെ തെറി പറയണമെന്ന് പറഞ്ഞ് ഇനിയും എന്തെങ്കിലും അനാവശ്യം എഴുതി വിട്ടാൽ അതിനൊന്നും ഞാൻ മറുപടി പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നസീർ സാറിന് തലയ്ക്ക് വെളിവുള്ളവരാരും നസീർ സാറിനെ വിമർശിക്കില്ല, ഞാനും വിമർശിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വിജയശ്രീ മരിച്ചപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ ഹരിഹരൻ്റെ സെറ്റിൽ അഭിനയിക്കുകയായിരുന്നു. ഹരിഹരൻ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. രാഘവൻ അവിടുന്ന് മദ്രാസിലേക്ക് വന്നു അവസാനമായി ബോഡി കാണാൻ. പക്ഷേ അങ്ങനെ നിർത്തിവെച്ചിട്ട് പോലും എൻ്റെ കുറേ സിനിമകളിൽ അഭിനയിച്ച 10-18 വയസ്സ് മാത്രമുള്ള ഒരു പൊട്ടി പെണ്ണാണല്ലോ ഈ ആത്മഹത്യ ചെയ്തത് എന്ന് വിചാരിച്ച് മദ്രാസിലേക്ക് അവസാനമായി അവളെ ഒന്ന് കണ്ടാക്കി. എന്നോട് പിണങ്ങിയവളാണെങ്കിലും ഞാൻ കുഞ്ചാക്കയുടെ പക്ഷത്ത് നിന്നതുകൊണ്ട് എനിക്ക് അവളോടൊപ്പം നിൽക്കാൻ പറ്റിയില്ല എന്നുള്ള കുറ്റബോധം ഉണ്ടെങ്കിലും അവസാനമായി ചെന്നൊന്ന് വിജയശ്രീയെ കാണാമായിരുന്നു. നസീർ സാർ വന്നില്ല എന്ന് മാത്രമല്ല, അന്ന് വൈകുന്നേരം ബാംഗ്ലൂരിൽ നടന്ന ഒരു പാർട്ടിയിൽ നസീർ സാർ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. രാഘവൻ മാത്രമാണ് മദ്രാസിലെത്തിയത്. അതുകൊണ്ട് തന്നെ പിന്നെ രാഘവനെ ഒരുപാട് സിനിമകളിൽ നിന്ന് ആരൊക്കെയോ ഒതുക്കി. ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ നസീർ സാറിൻ്റെ നെഗറ്റീവായ കുറച്ച് കഥകൾ നമുക്ക് പറയാൻ കഴിയും. നല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ നെഗറ്റീവ് കഥകൾ പറയാൻ കഴിയും. പക്ഷേ അതിനൊക്കെ എത്രയോ മോളിലാണ് നസീർ സാർ നിൽക്കുന്നത്. ആ മനുഷ്യനെ പറ്റി ഞാൻ അനാവശ്യം പറഞ്ഞു എന്ന് പേരുണ്ടാക്കാൻ വേണ്ടി കള്ളക്കഥ ഉണ്ടാക്കുന്ന ഇതുപോലെ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലുള്ളവന്മാർ പറയുന്നത് വിശ്വസിക്കരുത്. വീണ്ടും ഒന്നുകൂടി പറയുന്നു, യവൻ ഇനി എന്നെ എന്തൊക്കെ എഴുതിയാലും ഞാനതിന് മറുപടി പറയില്ല. കാരണം യവൻ മറ്റേ പണ്ട് മാംഗോസ്റ്റി മരത്തിൻ്റെ ചോട്ടിൽ ചാരുകസേരി കിടന്ന് സൈഗാളിൻ്റെ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുമ്പോൾ ഒരു അനക്കം കേട്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഉണർന്ന് നോക്കുമ്പോൾ
ഒരു കുറുനരി മുമ്പ് കൂടെ പോവുമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം വടിയോ കമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അന്ന് അദ്ദേഹത്തിന് കിട്ടിയ താമ്രപത്രം എടുത്തിരിക്കുകയായിരുന്നു. ആ താമ്രപത്രം എടുത്ത് ഒരൊറ്റ വീശി ഈ കുറുനരിയുടെ നേരെ. കുറുനരി കരുതിയത് അത് എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ തന്ന താമ്രപത്രമാണ് എന്നാണ് കരുതിയത് എന്ന് പറയും പോലെ. ഇവനൊക്കെ മറുപടി പറയാൻ പോയാൽ ഇവനൊക്കെ വിചാരിക്കും മലയാള സിനിമ കണ്ടുപിടിച്ച് എന്നെ ശാന്തുള്ള ദിനേശൊക്കെ ഓരോ എപ്പിസോഡ് ചെയ്യുന്നല്ലോ എന്ന് തോന്നും. അതുകൊണ്ട് ഇനി ഈ കച്ചവടത്തിന് ഞാനില്ല. എന്ത് തെറി വേണമെങ്കിലും ആ പ്രേം നസീർ സുഹൃത്ത് സമിതി എന്ന് പറഞ്ഞവരുടെ ഫേസ്ബുക്കിലിട്ട് എനിക്ക് പുല്ലേ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അനശ്വരനായ പ്രിയപ്പെട്ട നസീർ സാറിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.